ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം ആണ് നമ്മൾ വിചാരം ചെയ്തു വരണത്. സാഖ്യയോഗം. ഇതിൽ ഭഗവാൻ സാഖ്യത്തെ ഉപദേശിക്കുന്നു. സാഖ്യം എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ നോളജ്, ഒരു ഫിലോസഫി. ഭഗവാൻ ഒരു എക്സ്പെരിമെൻറ്റിന് മുമ്പുള്ള തിയറിയെ പറഞ്ഞു തരണം. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു തിയറി ക്ലാസ് ഉണ്ട്. ദെൻ പ്രാക്ടിക്കൽ. വി ഹാവ് ടു ലിസൺ ടു തിയറി ഫസ്റ്റ്. ദെൻ വി ഹാവ് ടു അപ്ലൈ ദാറ്റ് തിയറി ടു ഡു പ്രാക്ടിക്കലി. ഇവിടെ ഭഗവാൻ സാഖ്യത്തെ ഉപദേശിക്കണം, തിയറി ഉപദേശിക്കണം. ഇതിനെ ഒരു ജീവൻ അപ്ലൈ ചെയ്യണം. അധ്യാത്മവിദ്യ അറിഞ്ഞു വെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അത് അനുഭവത്തിൻ്റെ മണ്ഡലമാണ്. ആത്മാവ് അനുഭവമാണ്. അനുഭവത്തിൻ്റെ മണ്ഡലമാണ് അധ്യാത്മം. അതുകൊണ്ട് തന്നെ അർജുനന് ഈ ഫിലോസഫി കൊടുക്കുകയാണ്, ഈ സാഖ്യത്തെ കൊടുക്കുകയാണ് ഭഗവാൻ. പലതരത്തിലും അർജുനനെ ഉപദേശിക്കുന്നു. എന്താ ഉപദേശിക്കണതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വധർമ്മത്തിനെ അവൻ അനുഷ്ഠിക്കണം. എങ്ങനെ അനുഷ്ഠിക്കണം? വ്യാവഹാരിക തലമാണ് അവൻ്റെ ധർമ്മം. ധർമ്മമൊക്കെ വ്യാവഹാരിക തലമാണ്, നമുക്ക് വ്യവഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സുഗമമായിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകർക്ക് മുഴുവൻ സുഖമായിട്ട് വ്യവഹരിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ധർമ്മം മാത്രം മറ്റാരെയും ഹനിക്കാൻ വേണ്ടിയിട്ടൊരു ധർമ്മമേ ഇല്ല നമുക്ക്. ധർമ്മത്തിന് അർത്ഥം ധാരയതീതി ധർമ്മ, ബ്രഹ്മം ധരിച്ചിരിക്കണു. ബ്രഹ്മത്തിൻ്റെ ഒരു ഷർട്ടാണ് ധർമ്മം. ഈ ധർമ്മത്തിനെയും അങ്ങോട്ട് ഊരിയാൽ ഉള്ളിൽ വ്യവഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭവ മണ്ഡലമുണ്ട്. ആ അനുഭവ മണ്ഡലത്തിനെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദാന്ത ശാസ്ത്രം വ്യവഹരിക്കാനല്ല, ഒന്നും ചെയ്യാനില്ല ഈ ശാസ്ത്രം കൊണ്ട് വ്യവഹാരത്തിൽ. പ്രാക്ടിക്കലി ഈ ശാസ്ത്രം അപ്ലൈ ചെയ്ത് സ്വയമേവ സ്വരൂപത്തിൽ ഇരിക്കലാണ് ഈ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അതും യോഗശാസ്ത്രം. യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചിത്തവൃത്തികളൊന്നും ഇല്ലാതിരിക്കൽ, ചിത്തവൃത്തി നിരോധ. അപ്പം അനുഭവമണ്ഡലമാണ്. ആ അനുഭവമണ്ഡലമോ നിഷ്ക്രിയമാണ്, ഒന്നും ചെയ്യാനില്ല അവിടെ. സുഖമേ സ്വരൂപമല്ല. ഉറക്കത്തിൽ എന്ത് ചെയ്യണു? ഡീപ്പ് സ്ലീപ്പിൽ ഒന്നും ചെയ്യണില്ല. ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കണില്ല, മനസ്സ് പ്രവർത്തിക്കണില്ല, ബുദ്ധി വ്യവഹാര തലം ഒന്നുമില്ല. പക്ഷെ അവിടെ സുഖം എന്നൊരു അനുഭവം മാത്രമേ ഉള്ളൂ. ആ സുഖ അനുഭവത്തിന് നമുക്കൊന്നും ആവശ്യമില്ല എന്ന് ഭഗവാൻ കാണിച്ചു തരണു സാഖ്യത്തിലൂടെ. പതുക്കെ ഈ ഉപദേശം കൊടുത്തിട്ട് ധർമ്മത്തിലേക്ക് ഒരു ജീവനെ ഭഗവാൻ ഇറക്കണു. ഇപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോരുത്തർക്കും ധർമ്മം വ്യത്യാസമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരാളുടെ ധർമ്മം അല്ല ഒരാളുടെ ധർമ്മം, ഒരാളുടെ ധർമ്മം അല്ല മറ്റൊരാളുടെ ധർമ്മം. ധർമ്മം വ്യത്യാസമായിരിക്കും. എങ്ങനെയാ? ധർമ്മം നമ്മൾ ക്യാരി ചെയ്തു എന്ന വാസനയുടെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിനനുസരിച്ചുള്ളൊരു ജീവിതമാണ് ധർമ്മം. വേദാന്തം ധർമ്മത്തെ അല്ല ഉപദേശിക്കുന്നത്, സ്വരൂപത്തെയാണ് ഉപദേശിക്കുന്നത്.
എല്ലാവരിലും അന്യമില്ലാത്ത ഒരു പൊരുളിനെയാണ് വേദാന്തം ഉപദേശിക്കുന്നത്. പക്ഷെ ധർമ്മം എന്താ? വെവ്വേറെയാണ്, വ്യത്യാസമാണ്. പ്രകൃതി അനുസരിച്ച് ധർമ്മം മാറുന്നു, സ്വഭാവം അനുസരിച്ച് ധർമ്മം മാറും. സ്വഭാവം വേറെ, സ്വരൂപം വേറെ. ചില സംസ്കാരമൊക്കെ ഉള്ളവർക്ക് ആ സംസ്കാരം എത്ര തൂത്തോ മാച്ചാലും പോയില്ല. ചില സ്വഭാവം എത്രയൊക്കെ നമ്മൾ തൂത്താലും മാച്ചാലും ഒന്നും പോയില്ല. ഒരു കഥ പറയും, അക്ബർ ബീർബലിൻ്റെ ഒരു കഥ, രസകരമായിട്ടൊരു കഥ നമ്മുടെ സ്വാമി പറയും. ഒരാൾ നല്ല കൈക്കൂലിക്കാരൻ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. ഇയാളെ എല്ലാ കാര്യത്തിനും കൈക്കൂലി വാങ്ങിക്കും. പല പല ജോലിയിലോട്ട് ഇയാളെ മാറ്റി, ഈ ജോലിയിൽ നിന്ന് അതിലോട്ടാക്കി. ഏത് ജോലി കൊടുത്താലും ഇദ്ദേഹം കൈക്കൂലി വാങ്ങിക്കും. അപ്പോൾ അക്ബർ ബീർബലും കൂടെ സംസാരിക്കണു, ചർച്ച ചെയ്യാണ്. ഇയാളെ ഏത് ജോലിയിൽ വിട്ടാലും ഇയാൾ കൈക്കൂലി വാങ്ങണം, എന്ത് ചെയ്യും? ഇനി ഒരു പരിഹാരമില്ല, ഇയാളെ പുറത്താക്കാം. അപ്പോൾ അക്ബർ പറഞ്ഞു, ഇല്ല, ഞാൻ മനസ്സിലൊന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ബീർബൽ പറഞ്ഞു, ഇല്ല, നടക്കേയില്ല. ഇല്ല, ഞാൻ കരുതിയിട്ടുണ്ട്, നോക്കിക്കോ, ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റേ തുടങ്ങാൻ പോവുകയാണ്. അവിടെ പോയി ബ്രഹ്മപുത്രയുണ്ട്, ബ്രഹ്മപുത്രയുടെ നദിയിലെ കരയിൽ പോയിട്ട് അല എണ്ണിക്കൊണ്ടേയിരിക്കണം. അല എണ്ണിക്കൊണ്ടേയിരിക്കണം, ഒരല പോലും മിസ് ചെയ്യാതെ ബ്രഹ്മപുത്രയിൽ എന്തൊക്കെ നടക്കണോ അതൊക്കെ ഡെയിലി നോട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അതിനൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കി സാലറിയൊക്കെ നിശ്ചയിച്ച് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് ഡെയിലി ബിസി അല്ലേ, ഈ അല ഇങ്ങനെ കാറ്റനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും, ഡെയിലി ബിസി ആളെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ബർ ബീർബൽ വെളിയിൽ നിന്ന് നോക്കി. ബീർബൽ പറഞ്ഞു, ഇതൊന്നും ഉരുപ്പടി ആവില്ല, ഇയാൾ ശരിയൊന്നും ആവില്ല. നോക്കൂ, ഇപ്പം നോക്കൂ, അയാൾക്ക് അത് എഴുത്തല്ലാതെ വേറെ എന്തെങ്കിലും സമയമുണ്ടോ? കൈക്കൂലി വാങ്ങിക്കാനൊന്നും സമയമില്ല, ആരും ശ്രദ്ധിക്കണ കൂടെ ഇല്ല, അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീർബൽ പറഞ്ഞു, എങ്കിൽ വരൂ, നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വേഷം മാറിയിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ ആ ബ്രഹ്മപുത്ര വഴി അങ്ങോട്ട് പോയി. അപ്പോൾ ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കണു. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും എഴുതിക്കൊണ്ടിരിക്കണു. മൂന്നാമത് വട്ടം പോയപ്പോൾ അയാൾ കൈകൊട്ടിയും വിളിച്ചു, ഡേ ഇങ്ങ് വാ. എന്നിട്ട് പറഞ്ഞു, നീ എന്താ ചെയ്തത്? നീ എന്താ ചെയ്യണത്? അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് രാജാവ് എനിക്ക് ഇതാ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം കണ്ടില്ലേ? കൃത്യമായിട്ട് അലയും ഇവിടെ നടക്കുന്ന കാര്യം എഴുതണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തതെന്ന് പറഞ്ഞു. നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറയണ്ടെങ്കിൽ എന്തെങ്കിലും വയ്ക്കുമെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ എന്തെങ്കിലും വയ്ക്കുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സ്വഭാവമാണ് അത്. എവിടെയൊക്കെ സാഹചര്യം മാറിയാലും സ്വഭാവത്തിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. സ്വഭാവത്തിന് അനുസരിച്ചുള്ള ഒരു സംസ്കാരത്തിന് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്ന് ധർമ്മശാസ്ത്രം പറഞ്ഞു തരുന്നു. കുറച്ചും കൂടെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഒരു മഹാപുരുഷൻ പറഞ്ഞൊരു വാക്കാണ്. ഒരാൾ ചോദിച്ചു, ഞാൻ എങ്ങനെയാ ഈ ധർമ്മം അനുസരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ധർമ്മത്തെ സ്വീകരിക്കേണ്ടത്, എന്താണ് ധർമ്മം? അപ്പം അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ നീ വേണ്ടാന്ന് പറയണം. അത് നിനക്ക് അത്യന്തം നെസസറി ആണെങ്കിൽ കൂടെയും അത്യന്തം നിനക്ക് ആവശ്യമാണെങ്കിൽ കൂടെയും നീ വേണ്ടാന്ന് പറയണം. നീയായിട്ട് അങ്ങോട്ട് പോയി എനിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ പാടില്ല. ആരെങ്കിലും നിനക്ക് അറിഞ്ഞു തന്നാൽ വാങ്ങിച്ചു വെച്ചോളാം. നീയായിട്ട് അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയണം. ആരെങ്കിലും തന്നാൽ നീ അത് വാങ്ങിച്ചു വെച്ചോളൂ. നീ ഇത് കൊടുക്കുകയില്ലയോ, എന്തോ ചെയ്തോ, നീ ഇത് വാങ്ങിച്ചു വെക്കരുത്. ഇത് നമ്മൾ പരിശീലിച്ചാൽ നമുക്ക് ധർമ്മത്തിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ? സ്വഭാവത്തിലൂടെ ഉണ്ടായി വന്ന സംസ്കരിച്ചു വന്നിരിക്കുന്ന സംസ്കാരം. ആ സംസ്കാരത്തെ നമ്മൾ എങ്ങനെ ആചരിച്ചു പോകണോ അതാണ് ധർമ്മം. ഒരു ട്രാക്കാണ് ധർമ്മം. ഭഗവത് ആരാധന, ധർമ്മം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം, ഭഗവാൻ എന്ന് തന്നെ അർത്ഥം. ധർമ്മോ ധർമ്മ വിദുത്തമഃ. നാരായണൻ്റെ ഒരു പേരാണ് ധർമ്മം. ധർമ്മം എന്ന് പറയുന്നത് ഒരു ട്രാക്കാണ്, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രാക്ക്. ഭഗവത് ആരാധനയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ട്രാക്കിലൂടെ നമ്മൾ പോയാൽ നമുക്ക് ലക്ഷ്യപ്രാപ്തി ഉറപ്പായിട്ടുണ്ടാവും. നമുക്കൊരു ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കണം. ട്രാക്ക് മാറിയാൽ പോയി അല്ലെ, വഴി ദിശയെ മാറിപ്പോയി.
നമ്മളൊരു ട്രാക്കിലായാൽ പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോയാൽ മതി, നമുക്ക് സ്ട്രെസ് ഇല്ല, ഇല്ലേ? നമുക്ക് റോഡിൽ ഓടിക്കുന്നേക്കാളും ഒരു ട്രാക്കിലൂടെ നല്ല, പക്ഷെ ശ്രദ്ധ വേണം, ട്രാക്ക് തെറ്റാതെ നോക്കണം. അപ്പോൾ ഈ ധർമ്മം എന്ന് പറയുന്ന ട്രാക്കിലൂടെ നീ എവിടെ എത്തണോ അവിടെ എത്തും. പക്ഷെ ഒരു പ്രോബ്ലമേ ഉള്ളൂ, ഈ ധർമ്മം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ട്രാക്കിലൂടെ, ഇല്ലേ, റോഡിലാകുമ്പോൾ നിറയെ കാഴ്ചകൾ കാണാം, പക്ഷേ ഈ ട്രാക്കിലൂടെ പോയാൽ, ഈ ഒരേ ട്രാക്കിലൂടെയാണ് നമ്മൾ പോണെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് കാഴ്ചയെ കാണാൻ പറ്റുള്ളൂ. ഇത് മതിയെന്ന് വയ്ക്കുക. എന്നാൽ അത് മതിയെന്ന് വയ്ക്കണത് എന്താ? അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? നമുക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, സൗഖ്യമായിട്ടിരിക്കാൻ വേണ്ട, കണ്ണി കണ്ടതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ അർജുനനെ പതുക്കെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ്. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാർത്ഥിയുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാർത്ഥിയുദ്ധാത് ശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. ഇനി അർജുന, നീ വേദാന്തമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ, അല്ലേ? വേദാന്തം കൊണ്ടൊന്നും വ്യവഹാരത്തിൽ കാര്യമില്ല. ഇപ്പം നീ കുറേ സാഖ്യം അറിഞ്ഞല്ലോ, ഫിലോസഫി അറിഞ്ഞല്ലോ, ആ ഫിലോസഫിയൊക്കെ നീ മാറ്റി വെച്ചോളൂ. സ്വധർമ്മം എന്നൊരു പ്ലെയിനിൽ നീ വരിക. നീ സ്വധർമ്മം ആചരിക്കണവനാണ്, ധർമാചരണമുള്ളവനാണ്. ക്ഷത്രിയന് ഏറ്റവും ആവശ്യം ധർമ്മമാണ്. ധാർമ്മികമായിട്ടുള്ള നീതിയാണ് ഒരു ക്ഷത്രിയൻ്റെ ക്വാളിറ്റി. ഇനി സ്വധർമ്മത്തെ, സ്വധർമ്മം അപി ച അവേക്ഷ്യ, നീ സ്വധർമ്മത്തിനെ മുൻനിർത്തിയാണെങ്കിലും ന വികമ്പിതും അർഹസി. എന്താ ക്ഷത്രിയൻ്റെ ധർമ്മം? തൻ്റെ സ്വജനങ്ങളെ സംരക്ഷിക്കുക, തൻ്റെ നാട്ടുകാരെ സംരക്ഷിക്കുക. എല്ലാ നാട്ടുകാരും അർജുനനുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരിക്കണു, നമുക്ക് ജയം അർജുനൻ തരും എന്ന് പ്രതീക്ഷിച്ചിരിക്കണു. നീ ഇപ്പോൾ നിൻ്റെ തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ നീ കാണുകയല്ലേ, നീ പോയി ഭിക്ഷ എടുക്കാൻ പോവുകയാണ്, നിൻ്റെ ഇമോഷണലി തോന്നണ നിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇനി ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോവുകയാണ്. പക്ഷെ നിന്നെ കൊണ്ട് അത് ഉപേക്ഷിക്കാനേ സാധ്യമല്ല. കാരണം സ്വഭാവം, നീ ഈ സ്വധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ്. ഈ അസ്ത്രശസ്ത്ര വിദ്യകളിൽ നീ അഗ്രഗണ്യനായിട്ട് നിൽക്കുന്ന ആളാണ്. മാത്രവുമല്ല, നീ ക്ഷത്രിയ ധർമ്മത്തെയാണ് നീ കുട്ടിനാളിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു അസ്ത്രശസ്ത്ര വിദ്യയിൽ പ്രഗത്ഭനായി ദ്രോണരടുത്ത് നിന്നും പഠിച്ചു. വിദ്യാവണ്ണം ഈ ധനുർവിദ്യയൊക്കെ നീ പഠിച്ചു. നല്ലവണ്ണം കൈകാര്യം ചെയ്യണ ഒരാൾ, നല്ല കീർത്തിയുള്ള ആൾ. ഇതാണ് നിൻ്റെ മേഖല, അല്ലേ? ചിലരൊക്കെ നല്ല എൻജിനീയറിംഗ് പഠിക്കും, പഠിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എനിക്ക് ഡോക്ടർ മതി എന്ന് പറയും, അല്ലേ? നല്ല എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഡോക്ടർ മതി, നല്ല ഡോക്ടർ പഠിച്ചിട്ട് എൻജിനീയറിംഗ് ആണെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചില ഇമോഷണലി ഉള്ള തോന്നലാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. ഏതെങ്കിലും ഒരിടത്ത് ജോലിക്ക് ഒരാൾ കയറിയാൽ അയാൾ വിചാരിക്കും, അയ്യോ അപ്പുറത്ത് നല്ല ജോലി, അവിടെ പോയാൽ മതി. അവിടെ പോകുമ്പോൾ വിചാരിക്കും ഞാൻ മുമ്പിലിരുന്ന നല്ല ജോലിയാണെന്ന് തോന്നും. ഇത് മനസ്സിൻ്റെ ഒരു പ്രകൃതമാണ്. അക്കരെ പച്ച തോന്നിക്കൊണ്ടേയിരിക്കും. അവിടെ കൊള്ളാം തോന്നിക്കൊണ്ടിരിക്കും. അവിടെ പോയാലും ഇവിടെ കൊള്ളാൻ തോന്നും. ഇതൊരു തരം ഇല്യൂഷനാണ്. അപ്പോൾ ഇവിടെ അർജുനനെ ആ ഇല്യൂഷനാണ് ബാധിച്ചിരിക്കുന്നത്. എന്താ? എനിക്ക് ഭിക്ഷുധർമ്മം മതി, എനിക്ക് യുദ്ധമൊന്നും വേണ്ട, എൻ്റെ സ്വജനങ്ങളെ ഒന്നും എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ല, എൻ്റെ ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയൊക്കെ എനിക്ക് കൊല്ലണോ? ഞാനായിട്ട് കൊല്ലണോ? ഞാൻ ഭിക്ഷ എടുത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞാലോ എത്രയോ പേര് ആശ്രയിച്ചിരിക്കുന്നു, അല്ലേ? ക്ഷത്രിയൻ്റെ ധർമ്മമല്ലത്. അതുകൊണ്ട് ധർമ്മത്തെ നീ മുൻനിർത്തുക അർജുന. ധർമ്മ്യാർത്ഥി യുദ്ധാശ്രയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. ഒരു ക്ഷത്രിയന് ധർമ്മയുദ്ധമാണ് പ്രധാനം. അതാണ് അവൻ്റെ ശ്രേയസ്കരമായിട്ടുള്ള മാർഗം. പക്ഷേ ധർമ്മം പരിപാലിക്കല് വിഷമമാണ്, അല്ലേ? ധർമ്മം എന്ന് പറഞ്ഞാൽ നീതി എന്നർത്ഥം. ഒരു ക്ഷത്രിയ ധർമ്മം പരിപാലിക്കൽ വിഷമമുള്ള കാര്യമാണ്.
പക്ഷേ അതൊരു വ്രതമാണ്, ധർമ്മം ഒരു വ്രതമാണ് ക്ഷത്രിയന്. അതുകൊണ്ട് ധർമ്മത്തെ നീ മുൻനിർത്തി കൊണ്ടുപോയാലും അർജുന നവികമ്പിതുമർഹസി, നീ ദുഃഖിക്കാൻ പാടില്ല, നീ ശോകിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ധർമ്മത്തെ ആചരിക്കുക. പ്രഹ്ലാദൻ പോലും പറഞ്ഞത് കൗമാരേ ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. കുട്ടിനാളിലെ ഈ ധർമ്മം പഠിച്ചു വരിക, ഈ ധർമ്മം പരിശീലിച്ചു വരിക. എങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ധർമ്മം കൊടുക്കാൻ പറ്റും? എങ്ങനെ കുട്ടികൾക്ക് ധർമ്മം കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ ധർമ്മത്തിൽ ജീവിക്കുക. ധർമ്മത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വമേധയാ ധർമ്മം സ്വഭാവമായിട്ട് വരും. അല്ലേ? ധാർമ്മികമായിട്ടുള്ളൊരു കുടുംബജീവിതം ആര് നയിക്കണോ അവൻ്റെ കുടുംബം ധാർമ്മികമായിട്ട് തന്നെ വരും. അത് വാസന വരും. അല്ലേ? വാസന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതോ മണക്കുന്നു എന്നൊക്കെ പറയണില്ല. വാസന എന്ന് പറഞ്ഞാൽ അർത്ഥം പഴക്കം, പഴക്കദോഷം. കുറേ കാലം ഒരിടത്ത് പഴകിപ്പോയാൽ അവിടുത്തെ വാസന വരും. ഇപ്പോൾ ഒരാൾ നിത്യം ഇരിക്കണ ഒരു കസേരയിൽ അയാളുടെ വാസന ഉണ്ടാവും, അല്ലേ? അപ്പം അതുപോലെ ഒരു പഴക്കം, എപ്പോൾ എത്ര പഴകിപ്പോയോ ഇതാണ് വാസന എന്ന് പറയുന്നത്. ചിലർക്കൊക്കെ ചില കട്ടിൽ മാറിയാൽ പ്രശ്നമാണ്, റൂം മാറിയ പ്രശ്നമാണ്. നമുക്കറിയാം പലരും, ഇന്ന് റൂം മാറി കിടന്നു, ഒരു പൊടി കണ്ണടച്ചില്ല, ആ റൂമിൽ കയറി അവർ സുഖമായിട്ട് കണ്ണടയ്ക്കുക. എന്നാൽ ആവശ്യമില്ലാത്ത പഴക്കം വാസനയായി മാറി. ഒന്നും വ്യത്യാസമില്ല, അതിനേക്കാൾ ഹയർ കൊടുത്താലും അവർക്ക് പറ്റില്ല. അല്ല, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തരുതെന്ന് പറയണത് പഴക്കമാണ്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ ഇത് തറയിൽ തന്നെ പോയി കിടക്കും പറയണത് പോലെ. ഇതാണ് വാസന. അപ്പോൾ കുട്ടിക്കാലത്തെ നമ്മൾ ഈ ധർമ്മത്തിനെ കൊടുത്താൽ കുട്ടികൾ ധർമ്മം പാലിക്കും. കൗമാരേ ആചരേത് പ്രാജ്ഞഃ ധർമാൻ ഭാഗവതാനിഹ. കൗമാരത്തിൽ തന്നെ ഇത് കൊടുത്താൽ അത് വലിയൊരു നിധിയാണത്. അപ്പോൾ അർജുനൻ ആ നിധി ഉണ്ട്. കുട്ടിക്കാലത്തെ ഈ ധർമ്മത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ധർമ്മത്തിനെ മറന്നുപോയി. അതുകൊണ്ട് ഭഗവാൻ ധർമ്മത്തെ മുൻനിർത്തിയാണെങ്കിൽ കൂടെയും നീ ദുഃഖിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ശ്ലോകം 32. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തെ യുദ്ധമീദൃശം. യദൃച്ഛയാ വരണത്. അല്ലയോ പാർത്ഥ, അർജുന, യദൃച്ഛയാ ഉപപന്നം. യദൃച്ഛയ എന്ന് പറഞ്ഞാൽ ദേവഗത്യ. ഇപ്പൊ ഉപദേശസാരത്തിൽ നോക്കൂ, ആദ്യം തന്നെ പറയണു കർത്തുരാജ്ഞയാ പ്രാപ്യത്തെ ഫലം. കർത്താവിൻ്റെ ആജ്ഞപ്രകാരമാണ് കർമ്മത്തിന് ഫലം ഉണ്ടാവുന്നത്. അപ്പൊ കർത്താവിൻ്റെ ആജ്ഞപ്രകാരമാണ് കർമ്മത്തിന് ഫലം ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ ആജ്ഞയാണ് എതിർച്ചയാ വരുന്ന ചേരണത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എതിർച്ചയാ വരും, അല്ലെ? ഒരു സുഖം എതിർച്ചയാ വന്നാൽ നല്ല, നമ്മൾ തേടി വരണതിനേക്കാളും എതിർച്ചയാ വന്നാൽ നമുക്ക് നല്ല രസമായിരിക്കും, അല്ലേ? ഒരു ഗുരുവിനെ പോലും എതിർച്ചയാ വരണം. നമ്മൾ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരു എതിർച്ചയാ വരും. ആ ഗുരു ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ ഗുരു നമ്മുടെ മുന്നിൽ മാനിഫെസ്റ്റ് ആവും. ഗുരു നമ്മുടെ മുന്നിൽ കരുണാപൂർണമായി ഉപദേശിക്കും. ഗുരുഭക്തി മതി, അല്ലേ? അവർ മൈൻഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട. നമ്മൾ ഗുരുഭക്തി നല്ലവണ്ണം മനസ്സിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വഴി കൂടെ നമുക്ക് ഗുരുവിനെ കിട്ടും. അത് എതിർച്ചയാന്ന് വെച്ചാൽ ഈശ്വര ആജ്ഞപ്രകാരം, ഈശ്വര നിശ്ചയത്തോടുകൂടി ദേവഗത്യ നമുക്ക് വന്നു ചേരണത്. അപാവൃതം സ്വർഗദ്വാരം ച ഈദൃശം യുദ്ധം സുഖിനഃ ക്ഷത്രിയാഃ ലഭന്തെ. പുണ്യം ചെയ്ത ക്ഷത്രിയന്മാർക്കാണ് ഇപ്രകാരമുള്ള ധർമ്മയുദ്ധം കിട്ടുന്നത്. ആ ധർമ്മയുദ്ധമോ
തുറന്നു വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലാണത്ര. അല്ലേ? വാസ്തവത്തിൽ എതിർച്ചയാ വരണതേ ഉള്ളൂ. നമ്മളെ നിശ്ചയപ്രകാരം ഒന്നും നടക്കില്ല. നമ്മളെ നിശ്ചയപ്രകാരം ഒന്നും വരില്ല. കർമ്മ കിം പരം കർമ്മം തത് ജഡം. കർമ്മം പരമേ അല്ല. അല്ലേ? നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്താൽ അതിന് നല്ല ഫലം ഉണ്ടാവും വിചാരിക്കുന്നു. ചിലപ്പോൾ വിചാരിച്ച ഫലമൊന്നും നമുക്ക് കിട്ടണില്ല. എന്ന് വെച്ചാൽ കർമ്മം പരമല്ല, പരം ഈശ്വരനാണ്. ഈശ്വരൻ്റെ ആജ്ഞയാണ് നമുക്ക് കിട്ടുന്ന അനുഭവം പോലും. എതിർച്ചയാ. മഹർഷിയുടെ തന്നെ ഒരു ജീവിതം, മഹാപുരുഷന്മാരുടെ ജീവിതമൊക്കെ അങ്ങനെയാണ്. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരു ജ്ഞാനിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരു കരിയില പോലെ കിടന്നു കൊടുക്കുക. ഒരു കരിയില പോലെ വീണ് കിടക്കുക എന്ന് വെച്ചാൽ കാറ്റിനനുസരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുക. എവിടെയാണെങ്കിലും ഒരിടത്തും ഒട്ടാതെ, ഒരു ഒഴുക്ക് വെള്ളത്തിൽ വീണ കരിയില പോലെ ഒഴുക്കിനപ്പുറം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. എത്രയാണെങ്കിലും ഒഴുക്കിലൂടെ പോകും. ഇങ്ങനെ ഇരുന്ന ദുഃഖമില്ല നമുക്ക്. എവിടെയെങ്കിലും പോയി നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് ദുഃഖം വരണത്. ജ്ഞാനികളുടെ ജീവിതം, മഹർഷിയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. ഒരു ദിവസം 2-3 ദിവസം തുടർച്ചയായിട്ട് ആശ്രമത്തിൽ വലിയ പന്തി ഭോജനമൊക്കെ വെച്ചു. വലിയ ഭോജനമൊക്കെ ഉണ്ടായതുകൊണ്ട് മഹർഷി വിചാരിച്ചു, ഇത് തൊപ്പ നിറയ്ക്കണ പരിപാടിയായിപ്പോയി, അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഭക്ഷണമേ കഴിക്കില്ല എന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഭക്ഷണമേ കഴിക്കില്ല, ആശ്രമം വിട്ടു പോയി മലയിൽ ചുമ്മാ മലയിലൊക്കെ ചുറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു ദൂരം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു 4 സ്ത്രീകൾ വന്നു. ആ 4 സ്ത്രീകൾ ചോദിച്ചു, ഭഗവാനെ ഇവിടെ വെള്ളം എവിടെ കിട്ടും ഭഗവാനെയും ചോദിച്ചു. അപ്പോൾ ഭഗവാന് മല മുഴുവൻ അറിയാം, എല്ലായിടത്തും മല മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് ഭഗവാൻ. ഭഗവാൻ കറക്റ്റ് വരണ ആ തീർത്ഥമൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇവിടെ നല്ല വെള്ളമുണ്ട്, ഇവിടെ നിന്ന് കുടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിരുന്നത്, ഭഗവാൻ ഇവിടെ ഇരിക്കും, നമ്മളിപ്പോൾ എല്ലാ ആഹാരം പാചകം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മൃഷ്ടാനം ഇലയിട്ട് ഭക്ഷണം കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് പോലെ എന്തോ കൊടുത്തു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇത് വേണ്ടാന്ന് വിചാരിച്ചു, അവർ ഉണ്ടാക്കിയതിന് പറ്റേയില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കഴിച്ചു. സാധാരണ കഴിക്കണതിൽ നിന്നും ലെവൽ കൂടുതലായി. ഒരു സ്നേഹത്തിൽ തന്നുകൊണ്ടേയിരുന്നു, കഴിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഭഗവാൻ ഇറങ്ങി തിരിച്ച് യാത്ര പറഞ്ഞ് നടന്നു. മധ്യാഹ്നമായപ്പോൾ, ഉച്ചയായപ്പോൾ ഇതേ 4 സ്ത്രീകൾ എവിടെ നിന്ന് വന്നു എന്നറിയില്ല, മുമ്പിൽ വന്നു പെട്ടു. എന്ന് ചോദിച്ചു, ഭഗവാനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്താന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം മൃഷ്ടാനം കൊടുത്തു. വയർ ഫുള്ളായി. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഗിരിപ്രദക്ഷിണമായിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. വയർ ഫുള്ളായി. അപ്പോഴേക്കും ആശ്രമത്തിൽ വരണ ഒരു മുതിർന്ന ഒരാൾ, ഒരു രാമസ്വാമി എന്ന് പറഞ്ഞൊരാൾ, കുറച്ച് പ്രായമുണ്ട്, മഹർഷിയെക്കാളൊക്കെ പ്രായമുണ്ട്. അദ്ദേഹം ഓറഞ്ച് എവിടെ നിന്നോ കിട്ടി നല്ല ജ്യൂസായിട്ട് ഭഗവാന് കൊടുക്കണം വിചാരിച്ചിട്ട് വന്നു. അപ്പോൾ ആശ്രമത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, എവിടെയോ പോയിരിക്കണോ, പ്രദക്ഷിണം പോയിരിക്കണം തോന്നുന്നു, ഇവിടെ ഇല്ല, ആശ്രമത്തിൽ കാണാനില്ല മഹർഷിയെ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഭഗവാനെ കാണണം എന്ന് പറഞ്ഞാൽ അപ്രദക്ഷിണമായിട്ട് പോയി പകുതി വെച്ച് വഴി വെച്ചിട്ട് ഭഗവാനെ കണ്ടു. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാന്ന് പറഞ്ഞ് ജ്യൂസ് കൊടുത്തു. അതും കഴിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഒന്ന് പൊരിഞ്ചെടുത്ത് ഒന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, നമ്മളായതും തീരുമാനം പറഞ്ഞുകൂടാതെ. ഇനി നമ്മളെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മൾ ഇന്ന് വ്രതം അല്ലേ, ഇന്ന് ഭക്ഷണമേ വേണ്ടാന്ന് തീരുമാനം എടുത്തു. ഭഗവാന്റെ നിശ്ചയം നോക്കൂ, എതിർച്ചയാ വരണതിനൊക്കെ എടുത്തുള്ളത്. എതിർച്ചയാ എന്തൊക്കെ വരണോ അതിനൊക്കെ നമ്മൾ എടുക്കുക, അക്സെപ്റ്റ് ചെയ്യാം. തേടിപ്പോകാതെ കിട്ടും നമുക്ക്. ഭഗവത് നിശ്ചയം ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും വരും. തേടിപ്പോകാതെ തന്നെ, തേടിപ്പോകാണ്ട. തേടിപ്പോകൽ എന്ന് പറയുന്നത് ഒരു സഫറിങ് ആണ് അല്ലേ, ഒരു ഇച്ഛപ്രകാരമാണ് നമ്മൾ പോകുന്നത്. ആ ഇച്ഛ നിറവേറിയില്ലെങ്കിൽ നമുക്ക് വിഷമം വരും. നേച്ഛയാകൃതം, ഒന്നും ഇച്ഛപ്രകാരം ചെയ്യാൻ വേണ്ട. പക്ഷെ ഇവിടെ അർജുനന് ഭഗവാൻ ഉപദേശിക്കണം, എതിർച്ചയാവുന്ന യുദ്ധമാണ് ഇത്. ശുദ്ധ മനസ്സുള്ള ക്ഷത്രിയന്മാർക്ക്, ധർമ്മികളായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് മാത്രമാണ് കിട്ടുന്നത്. പുണ്യം ചെയ്ത ക്ഷത്രിയന്മാർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അർജുന, ഇത് സ്വർഗദ്വാരമാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്.
അതുകൊണ്ട് ഈ യുദ്ധം നീ ചെയ്യണം. ഇത് പുണ്യം ചെയ്ത മഹാത്മാക്കൾക്ക് മാത്രം കിട്ടുന്നതായിട്ടുള്ള ഒരു ധർമ്മയുദ്ധമാണ്. ഈ ധർമ്മയുദ്ധം നീ അനുഷ്ഠിക്കുക, ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് ഇത് നീ ചെയ്തില്ലെങ്കിൽ എന്താ ഫലം എന്ന് കൂടെ ഭഗവാൻ ഒരു സിനിമ തിരക്കഥ പറയണത് പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ചിത്രം മുന്നിൽ രൂപീകരിക്കുകയാണ്. ഒരു ഫിലിം ഓടിക്കണമെന്ന് പറയണില്ല, അതുപോലെ ഒരു ചിത്രം കാണിക്കുകയാണ് ഭഗവാൻ. അടുത്ത ശ്ലോകം 33. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മകീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ചേത് ത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അർജുന, അഥ ചേത് ത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി. അഥ ഇനി, ത്വം നീ, ഇമം ധർമ്മ്യം സംഗ്രാമം ഈ ധർമ്മനിഷ്ഠമായിട്ടുള്ള ധർമ്മിഷ്ഠതയായിട്ടുള്ള ഈ ധർമ്മയുദ്ധത്തിന് ന കരിഷ്യസി ചേത് ചെയ്യുന്നില്ലെങ്കിൽ തതഃ അതിൻ്റെ ഫലമായിട്ട് സ്വധർമ്മം കീർത്തിം ചഹിത്വ സ്വധർമ്മവും നിന്റെ കയ്യിൽ നിന്ന് പോവും, കീർത്തിയും നീ പോയി. അതുമാത്രമല്ല, നിനക്ക് പാപവും വന്നു ചേരും. ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്താ ഫലം അല്ലേ? പൊതുവിൽ നമ്മളൊക്കെ പറയും ഈ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് ഫലമൊന്നുമില്ല. പക്ഷേ ഈ സന്ധ്യാവന്ദനം ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ട്. അതെന്തപ്പം അങ്ങനെ? അനുഷ്ഠാനം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും സിദ്ധിയോ ഒന്നുമില്ല. എന്നാൽ അനുഷ്ഠാനം ചെയ്തില്ലെങ്കിൽ പാപമുണ്ട്. അപ്പം എന്താ ഒരു ഉദാഹരണം കൊടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഒരാൾ മഴ പെയ്തു വെച്ചോളാം. ഒരു മഴ പെയ്തപ്പോൾ ഒരാൾ കുട പിടിച്ചു. കുട പിടിച്ചത് കൊണ്ട് അയാളുടെ ശരീരത്തിലോ ഒന്നും ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല അല്ലേ? അതുപോലെ തന്നെ ഉണ്ട്, നനഞ്ഞില്ല എന്നുണ്ട് അല്ലേ? ഇപ്പോൾ വെയിലത്തും അയാൾ നനയണില്ല. പക്ഷേ കുടയില്ലെങ്കിലോ, കുട പിടിച്ചില്ലെങ്കിലോ അല്ലേ? കുട പിടിച്ചില്ലെങ്കിൽ നമ്മൾ നനയും. അപ്പം അതുപോലെയാണ് ഈ ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ, അനുഷ്ഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പുണ്യമൊക്കെ പറയുന്നുണ്ട്. ഈ ധർമ്മത്തെ അനുഷ്ഠിച്ചില്ലെങ്കിൽ പാപമുണ്ട്. പാപമവാപ്സ്യസി, നിനക്ക് പാപം കൈക്കൊള്ളേണ്ടി വരും അർജുന. അർജുനനോ കീർത്തിവത്താണ്. അർജുനൻ എല്ലാ ലോകത്തും കീർത്തി കേട്ടവനാണ്. ക്ഷത്രിയന്മാരുടെ ഇടയിലെല്ലാം കീർത്തി കേട്ടവനാണ്. ധർമ്മം പരിപാലിക്കണവനാണ് അല്ലേ? മഹാദേവന്റെ തന്നെ പുരസ്കാരം വാങ്ങിച്ച ആളാണ് അല്ലേ? മഹാദേവന്റെ പാശുപതാസ്ത്രം സ്വന്തമാക്കിയ ആളാണ് ആ അർജുനൻ. നിന്റെ കീർത്തിയൊക്കെ പോയി പോവും അർജുന. അതുമാത്രമല്ല, നിന്റെ സ്വധർമ്മം പോവും. എന്താണോ നീ ആചരിക്കേണ്ടത് അതെല്ലാം നിന്റെ ഒന്ന് വിട്ടുപോകും. ചിലരൊക്കെ ഇങ്ങനെയാണ്. ജപം ആദ്യം ആരംഭിച്ച് അല്ലെ, അലാറത്തിന് വേണമെങ്കിലും വിളിച്ചുണർത്തി ജപിക്കും. ഫസ്റ്റിൽ ഒരു 3 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് നാളെ ജപം, ഒരു ഗുരുവിൻ്റെ മന്ത്രമൊക്കെ വാങ്ങിച്ച് അലാറത്തിനെ വിളിച്ചുണർത്തും. അടുത്ത ഒരു 10 ദിവസം കഴിയുമ്പോൾ അലാറം വിളിച്ചാൽ കൂടെ എണീക്കില്ല. എന്ന് വെച്ചാൽ ഒരു ഇമോഷൻ, ഇതിപ്പോൾ ചെയ്യണം എന്നൊരു ഇമോഷൻ ഉള്ളിൽ വന്നു. കുറച്ച് നേരം ആ ഇമോഷൻ ലാസ്റ്റ് ചെയ്യും, പിന്നെ പോകും. ഇമോഷൻ വേറെ ഒന്നാവും. കാരണം മനസ്സ് ഒരു കാലത്തും ഒരുപോലെ ഇരിക്കില്ല, മാറിക്കൊണ്ടേയിരിക്കും, വേവറായിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ട് നിന്റെ സ്വധർമ്മം പോയി പോവും ഇല്ലേ. ജപമൊക്കെ ആദ്യം നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജപിച്ചുകൊണ്ടിരിക്കും, ഒരു ഗ്യാപ്പ് വരും, പിന്നെ ജപം കിട്ടുകയില്ല. നമ്മൾ പോലുള്ളവരത്തൊക്കെ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇപ്പം ജപിക്കുമ്പോൾ ഒന്നും ആവണില്ല, ഒരു അനുഭൂതി കിട്ടണില്ല, ചിന്തയൊക്കെ വേറെ എവിടെ പോകണം. ആദ്യമൊക്കെ അങ്ങനെയല്ല, അതങ്ങനെയാണ്. ഒരു കളിപ്പാട്ടം കൂടെ ആദ്യം വാങ്ങിക്കുമ്പോൾ അത് തന്നെ വെച്ച് ഉറങ്ങൊക്കെ ചെയ്യും കുട്ടി അല്ലെ. കുറച്ച് കാലം കഴിയുമ്പം കളിപ്പാട്ടം എവിടെ കൂടെ നോക്കണില്ല. ഈ പ്രകൃതിയാണത്. പക്ഷെ നമ്മളതിനെ വിടാതെ പിടിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ വിടാതെ ഇരിക്കും. വിട്ടിടിൽ കഷ്ടമാം വിട്ടിടാതുണൈ അരുൾ വിട്ടിട അരുൾ പൊരി അരുണാചല. അക്ഷരമണമാലയിൽ ഗംഭീരമായിട്ടൊരു സ്തോത്രം, ഒരു ശ്ലോകം. വിട്ടിടിൽ കഷ്ടമാം അല്ലേ. ഈ ധർമ്മത്തിനെ വിട്ടാൽ വലിയ കഷ്ടമാണ്, നമുക്ക് വ്യവഹരിക്കാൻ പറ്റില്ല, മനസ്സിന് സംതൃപ്തി ഉണ്ടാവില്ല. വിട്ടിടാതെ അരുൾ എന്നാൽ ഞാനിത് വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമൊക്കെ എനിക്ക് തരണം. ഭഗവാനെ എനിക്ക് വിടാതിരിക്കാൻ പറ്റണം. ഉയർ വിട്ടിട അരുൾ പൊരി അരുണാചല. നിന്നെ വിടാതെ തന്നെ ഈ ശരീരം വിടാൻ പറ്റണം എനിക്ക്. വിട്ടിടിൽ കഷ്ടമാം വിട്ടിടാതുണൈ ഉയർ വിട്ടിട അരുൾ പൊരി അരുണാചല. അങ്ങനെ ഒരു അനുഗ്രഹം തരൂ ഭഗവാനെ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സ്വധർമ്മം നിന്റെ കയ്യിൽ നിന്ന് പോവും, നിന്റെ കീർത്തി ഉണ്ടല്ലോ അതെല്ലാം പോവും. മാത്രവുമല്ല, നീ ഇപ്പോൾ വിചാരിക്കും ശ്രേയസ്കരമാണ് ഈ യുദ്ധം, നീ പിന്മാറി പോണത് ശ്രേയസ്കരം എന്ന് നീ വിചാരിക്കും. അത് വലിയ ദൂഷ്യം ചെയ്യും, അത് വലിയ ദൂഷ്യം ചെയ്യും. ശ്രേയസ്കരം എന്ന് നീ വിചാരിക്കണത് നിനക്ക് ദോഷം ഉണ്ടാക്കും, പാപം തരും, പാപമവാപ്സ്യസി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അകീർത്തി നിനക്കുണ്ടാവും അർജുന. അടുത്ത ശ്ലോകത്തിൽ ഇതേ തന്നെ ഭഗവാൻ ആവർത്തിച്ച് പറയണു. 34-ാമത്തെ ശ്ലോകം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യത്തെ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യത്തെ. അപീച്ച അതിനു പുറമെ ഭൂതാനി സകല ജീവികളിലും തേ അവ്യയാം അകീർത്തിം നിന്നെപ്പറ്റി ഒടുങ്ങാത്ത അയശസ്, നിന്നെപ്പറ്റി ഒടുങ്ങാത്തതായിട്ടുള്ള അകീർത്തി, നിന്റെ കീർത്തിയെ കളയണതായിട്ടുള്ള കഥയിഷ്യന്തിച്ച പറഞ്ഞു പരത്തും ആൾക്കാർ. സർവഭൂതങ്ങളിലും പറഞ്ഞു പരത്തും. നീർക്കോലി വരെ പറയും നിന്റെ അടുത്ത് യുദ്ധം ചെയ്ത് ഞാൻ ജയിച്ചിട്ടുണ്ടെന്ന് പറയും. നീ ഇപ്പോൾ ഓടുകയാണെങ്കിലും അകീർത്തി വരും. സംഭാവിതസ്യ അകീർത്തി, ഒരിക്കൽ ആദരണീയനായി ഭവിച്ച ആൾക്ക് അല്ലേ. അർജുനൻ ഒരിക്കൽ ആദരണീയനാണ്, എല്ലാവരിലും ശ്രേയസ് കൊണ്ടവനാണ് അർജുനൻ. ഒരിക്കൽ നീ ആദരിക്കപ്പെട്ടവനാണ്. ഇനി നിനക്ക് അയശസ് മരണത്തെക്കാളും ദുഃഖപ്രദമായിരിക്കും എന്ന് ഭഗവാൻ പറയുന്നു അല്ലേ. ഒരു ക്ഷത്രിയന് അയശസ് മരണത്തിനേക്കാളും ദുഃഖകരമാണ്. അകീർത്തി മരണാദതിരിച്യതേച്ച, മരണത്തിനേക്കാളും ദുഃഖപ്രദമായിരിക്കും അർജുന. അതുകൊണ്ട് അകീർത്തി വരും. ഭഗവാൻ ഇപ്പം നോക്കൂ, എന്തെങ്കിലും നമ്മൾ ധർമ്മം ചെയ്തില്ലെങ്കിൽ നിന്റെ പേരുദോഷം വരും എന്നുള്ള അർത്ഥത്തിലല്ല ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ അവിടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, യുദ്ധം ജയിക്കുക. അതിന് വഴി അല്ലേ, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭഗവത് പ്രാപ്തി. അല്ല, നമ്മുടെ ഈ പേര് പെരുമയൊക്കെ എന്ത് വേണം അല്ലേ. ഈ പേര് പെരുമയൊക്കെ എത്രയോ സമ്പാദിച്ചു നമ്മൾ, ധാരാളം പേരും പെരുമയൊക്കെ പലരും സമ്പാദിച്ചു. ഈ സമ്പാദിച്ചു വച്ചിരിക്കുന്നത് ജഡമായിട്ട് അവിടെ ഇരിക്കും, ഇദ്ദേഹം പോവും, ഒന്നും കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പോൾ അകീർത്തി വരും എന്ന് പറയണത് അതിനെയല്ല പ്രധാനം. ഭഗവാന് എങ്ങനെയെങ്കിലും അർജുനനെ യുദ്ധം ചെയ്യിക്കാം, ഈ ധാർമ്മികമായിട്ടുള്ള യുദ്ധം അർജുനനെ ചെയ്യിപ്പിക്കാം.
ഇതാണ് ഒരു ഭഗവാന്റെ കാരുണ്യം, ഇതൊരു ഭഗവാന്റെ ദൗത്യം, കർമ്മം. ഭഗവാൻ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ? നല്ല നല്ല സത്കർമ്മത്തിൽ. ചില കർമ്മമൊക്കെ പോയാൽ നമുക്ക് ഫലമേ ഉണ്ടാവില്ല. നമ്മൾ ലൗകികപരമായിട്ട് ചില കർമ്മത്തിലൊക്കെ പോയാൽ ഫലം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ആ ഫലത്തെ പിടിച്ചു വച്ചിരിക്കുകയാണ്. കൊടുത്താൽ അവൻ ഭഗവാനെ വിട്ടു പോകും. വിരൽ മിണ്ട നയനാർന്നൊരു ശിവഭക്തൻ, ഒരു രസകരമായ കഥയാണ്. ഇദ്ദേഹം വലിയ ശിവഭക്തൻ. അദ്ദേഹം സ്വമേധയാ സുന്ദരമൂർത്തിയെ ഗുരുവായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ സുന്ദരമൂർത്തിയെ ഒരിടത്ത് വരണമെന്ന് അറിഞ്ഞിട്ട് ഇദ്ദേഹം കുറച്ചു പേരൊക്കെ ആയിട്ട് ഭജനയൊക്കെ സംഘടിപ്പിച്ച് അവിടെ കൂടി, സത്സംഗമായിട്ടൊക്കെ കൂടി. അപ്പോൾ സുന്ദരമൂർത്തി ഘോഷത്തോടുകൂടി വരണു, ധാരാളം പേരുമായിട്ട് പാട്ടൊക്കെ പാടി വരണു. നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ടോ ഭജനയോ ഒന്നും അവർ ശ്രദ്ധിക്കാതെ ഏതോ ഒരു ആനന്ദത്തിൽ അങ്ങോട്ട് പോയി. സുന്ദരമൂർത്തി ഇദ്ദേഹത്തിനെ കണ്ടില്ല. ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി കീർത്തിയും പാട്ടും ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം മൈൻഡ് പോലും ചെയ്യാതെ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഈ ശിവഭക്തന്മാർ തിരുവാരൂരിൽ നിന്ന് ആര് വരണോ അവരാർക്കും ഈ വീട്ടിൽ ഭക്ഷണമേ ഇല്ല പറഞ്ഞു. അദ്ദേഹത്തിന് വീട്ടിലൊരു ചട്ടം വെച്ചു. ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഇനി തിരുവാരൂരിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പച്ചവെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞു. പോരാത്തതിന് ഒരു കോടാലി വെച്ചിട്ടുണ്ട്, വലത് സൈഡിലൊരു കോടാലി വെച്ചിട്ടുണ്ട്. ആദ്യം പോയി സ്ഥലം ചോദിക്കും, അത്ര എവിടെ നിന്ന് വരണം? തിരുവാരൂർ എന്ന് പറഞ്ഞ് കാലിൽ വെട്ടു. അങ്ങനെ ഇത് വച്ചിട്ടിരുന്നു. അപ്പോൾ ഒരു നാളൊരു വൃദ്ധം വന്നു. അപ്പോൾ വൃദ്ധം വന്ന് വീട്ടിൽ ചോദിച്ചു, ആളില്ലേന്ന് ചോദിച്ചു. അവന് പുറത്ത് പോയിരിക്കുകയാണെന്ന്. കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ ചോദിച്ചു, എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചു. ഞാൻ തിരുവാരൂർ എന്ന് പറഞ്ഞു. അയ്യോ, തിരുവാരൂർ എന്നാണ് വരണത്, നിങ്ങൾ പൊയ്ക്കോ, അദ്ദേഹം വന്നാൽ പ്രശ്നമാവും, അദ്ദേഹം അവനെ കോടാലി എടുത്ത് വെട്ടും, തിരുവാരൂരുകാരെ ഇവിടെ കയറ്റരുതെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങളൊരു ഉപകാരം ചെയ്യണം, ഈ വലതുവശത്തിരിക്കുന്ന ഈ കോടാലി എടുത്ത് ഇടതുവശത്തോട്ട് വെച്ചോളൂ. വലതുവശത്തിരിക്കുന്ന കോടാലിയെ എടുത്ത് ഇടതുവശത്ത് വെച്ചോളൂ. അപ്പോൾ അമ്മ എടുത്ത് അപ്പുറത്ത് വെച്ചപ്പോൾ ഇദ്ദേഹം വന്നോളൂ ചോദിച്ചു, എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചു. തിരുവാരൂർ എന്ന് പറഞ്ഞു. ഇദ്ദേഹം വലതുവശത്ത് പോയിട്ട് ആ കോടാലി നോക്കിയിട്ട് കണ്ടില്ല. ഈ വന്ന ആൾ ഓടി. ഇപ്പുറത്തുനിന്ന് ആ കോടാലി എടുത്തിട്ട് പിന്നാലെ ഓടി തിരുവാരൂർ അതിർത്തിയിൽ അവിടെ നിന്ന് തിരുവാരൂർ കടത്തിയതും തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ തിരുവാരൂർ വരില്ല, കാലുകുത്തില്ല എന്നല്ലേ പറഞ്ഞത്, ഇതായിപ്പോൾ നീ തിരുവാരൂർ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ തിരുവാരൂരെത്തി. ഈ കാലുകൾ തിരുവാരൂരിൽ കുത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാലിനെ ഛേദിക്കാൻ പോയ സമയത്ത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു അത്ര. എന്ന് വെച്ചാൽ ഭഗവാന് തൻ്റെ ഭക്തന്മാരെ തന്നിലേക്ക് അടുപ്പിക്കണം. അതാണ് ഭഗവാന്റെ ദൗത്യം അല്ലേ? അതിന് ചെറിയ മിഠായിയൊക്കെ നമുക്ക് തരും, ചെറിയ ചെറിയ ഇതൊക്കെ വെച്ചിട്ട് കെണി വയ്ക്കില്ല, എലിക്കണിയൊക്കെ വയ്ക്കണത് പോലെ വന്ന് നമ്മൾ വിചാരിക്കും ഉപാസന ചെയ്ത് നമ്മൾ ഭഗവാനെ വലയിലിടാൻ പോവുകയാണെന്ന് വിചാരിക്കും. ഒന്നുമേ അല്ല, നമ്മൾ പോയി വലയിൽ പെടലാണ്. ഒരു ചെറിയ ഒരു വല കൊണ്ടിട്ട് ശ്രാവണ പിടിക്കാൻ പോലെയാണ്. ഷാപ്പാട് ഉണ്ണൈ ശാന്ത ഉണവായായി ശാന്തമായി പോവൻ അരുണാചല. വലിയൊരു ഷാപ്പാടാണെന്ന് വിചാരിച്ചു ഭഗവാനെ. വലയിട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ വല എന്നെയും കൂടെ മുഴുകി, എന്നെയും കൂടെ പിടിച്ച് തിന്നു അത്രേ, വലയോട് വിഴുങ്ങി. ശാന്തമായി പോവൻ അരുണാചല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പതുക്കെ 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 സത്യത്തിലേക്ക് അടുപ്പിക്കും. സത്യത്തിലേക്ക് അടുപ്പിച്ച് സത്യനിഷ്ഠമായിട്ട് നമ്മളെ കർമ്മം ചെയ്യിക്കണം ഭഗവാൻ അല്ലെ? ജ്ഞാനികൾക്കൊക്കെ കർമ്മം തീർന്നു, അല്ലെ? പ്രാരാബ്ധം വച്ചിരിക്കണം. എന്തിനാ? നല്ല പ്രാരാബ്ധം വച്ചിരിക്കണം. ആൾക്കാർക്കൊക്കെ ശാന്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദദതി കരുണയായി, അല്ലേ? കരുണ കൊടുത്തിരിക്കണം. എന്തിനാ? എല്ലാവർക്കും ശാന്തി അടയണം ഇല്ലേ? നമ്മൾ എല്ലായിടത്തും ശരിയാക്കി കളയാമെന്നൊന്നും വിചാരിച്ചാൽ ശരിയാവില്ല. ഒരാൾ ശരിയായ 10 പേർക്ക് അത് ഗുണമാണ്. നമ്മൾ ലോകർക്ക് മുഴുവൻ ഈ വിദ്യ കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ച് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ് ചിലർ നടക്കണുണ്ട്. ലോകർക്ക് മുഴുവൻ ഇത് അറിയണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവനവൻ അറിയുക, അവനവൻ ഈ വിദ്യയെ അറിഞ്ഞിരുന്നാൽ 10 പേർക്ക് ഗുണം ഉണ്ടാവും അല്ലേ? 10 പേര് തേടിയെത്തും അല്ലേ? ഒരു പഞ്ചസാര ഡബ്ബ പോസ്റ്റർ അടിച്ചിട്ടാണോ ഉറുമ്പ് വരി വരിയായിട്ട് എവിടെയാ പഞ്ചസാര ഇരിക്കണം എന്ന് പറഞ്ഞ് നോക്കി വരണത്? ഒരു പുഷ്പത്തിൽ നല്ല തേൻ ഇവിടുന്ന് കത്തെഴുതേ തേൻ റെഡി കമോൺ എന്ന് പറഞ്ഞിട്ടാണോ തേനീച്ച വരണത്? അത് സ്വമേധയാ വരും, പ്രകൃതിയെ കൊണ്ടുവരും.
പൂവിൽ നാറ്റം പോണ്ട് ഉയരും നിന്നേറിയ പെരുമയും. ഒരു പൂവിൽ മണം പോലെ ഉണ്ടാവും നിന്റെ പെരുമ. അതുകൊണ്ട് സ്വയമേവ അതായിട്ടിരിക്കല്. അപ്പം അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയണു, നിനക്ക് അകീർത്തി വരും, നിന്റെ പേരുദോഷം വരും. ഇന്ന് പലരും വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അതല്ല. രാമകൃഷ്ണദേവൻ പോലും അങ്ങനെ ഒരു കഥയുണ്ട്. പൂർണ്ണ എന്ന് പറഞ്ഞൊരു കുട്ടി, അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽ പൂർണ്ണ എന്നൊരു കുട്ടി. ഈ കുട്ടിയുടെ സ്കൂൾ വാസലിലേ പോയി നിൽക്കും, ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോകും. ഇത് ചോക്ലേറ്റ് കൊടുത്ത കുട്ടിയെ ചോക്ലേറ്റ് കഴിപ്പിക്കണം എന്നല്ല ആഗ്രഹം. ചോക്ലേറ്റ് കൊടുക്കുന്നതിലൂടെ ആ കുട്ടിയെ പതുക്കെ തൻവശത്തിലാക്കി തത്വോപദേശം ചെയ്യണം എന്ന് ആഗ്രഹം, കരുണ. അതുകൊണ്ട് ഭഗവാൻ പറയണു, നീ യുദ്ധം ചെയ്യൂ അർജുന. ഇനി നടക്കാൻ പോണ കാര്യം എന്തായിരിക്കും, അവൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ ഉപദേശിക്കണു. 35-ാമത്തെ ശ്ലോകം. ഭയാദ്രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരതാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാദ്രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരതാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. മഹാരഥാഃ ത്വം ഭയാദ്രണാദുപരതം. മഹാരഥന്മാരൊക്കെ വെയിറ്റ് ചെയ്യാണ് ഈ യുദ്ധം കാണാൻ വേണ്ടിയിട്ട്. പല രാജ്യത്തിൽ നിന്നും ആളുകൾ അറിഞ്ഞു വന്നിരിക്കുന്നു ഈ ധർമ്മയുദ്ധം കാണാൻ വേണ്ടിയിട്ട്. അർജുനൻ്റെ കീർത്തി പൂണ്ട അർജുനൻ്റെ യുദ്ധം കാണാൻ വന്നിരിക്കുന്നു. ആ മഹാരഥന്മാരൊക്കെ പറയും, ഞാഞ്ഞൂലുകൾ പറഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ കൂടലും പറയും എന്താ, ഭയാത് രണാതുപരതം, ഭയം കാരണം നീ യുദ്ധത്തിൽ നിന്നും പിന്മാറി എന്ന് പറയും. ഈ ഒരു പടയെ കണ്ടപ്പോൾ അർജുനൻ ഭയന്നു പോയി എന്ന് പറയും. മംസ്യന്തെ, അങ്ങനെ കണക്കാക്കും അവര്. യേശാം ബഹുമതാഹ ഭൂത്വാ, ആർക്കൊക്കെയാണോ നീ ബഹുമാന്യനായിട്ട് തീർന്നത്, അല്ലേ? ലോകം മുഴുവൻ നിനക്ക് ബഹുമാന്യമാണ്, ലോകം മുഴുവൻ നിന്നെ മാനിക്കണം. ആരൊക്കെ ആണോ നീ ബഹുമാന്യനായി തീർന്നത്, ത്വം ലാഘവം യസ്യസി, നീ വെറും ലാഘവമാണെന്ന് തോന്നും. നീ ഭയം കൊണ്ട് ഓടിയവനാണെന്ന് തോന്നും, നീ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും, നീ അല്പനാണെന്ന് തോന്നും. ദഭ്രം, നീ അല്പനല്ലെന്ന് കാണിക്കുകയേ ചെയ്യരുത്. നീ ഭയത്തോടു കൂടി അല്ല ഓടണതെങ്കിലും നീ വലിയ കാരുണ്യത്തോടു കൂടി നിന്റെ സ്വജനങ്ങളെയും ഗുരുക്കന്മാരെയും ഒന്നും കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും അവർ പറയില്ല. അവർ പറയും ഭയത്തിൽ ഓടിപ്പോയി. നോക്കൂ, ഭയം, നീ ഭയപ്പെട്ടോടി എന്ന് പറയും. നോക്കൂ, അവിടെ ആ യുദ്ധമധ്യത്തിൽ നോക്കൂ, ആരോ ദുര്യോധനൻ നിൽക്കണു, എത്തി നോക്കൂ, തോ നിന്നെ എത്തി നോക്കിക്കൊണ്ടിരിക്കണു. നീ യുദ്ധത്തിൽ നിന്നും പിന്മാറിപ്പോയാ ഹസ്തിനാപുരം വാട്സാപ്പ് ഗ്രൂപ്പിൽ അവൻ ഫുൾ അപ്ലോഡ് ചെയ്യും. ലോകമെമ്പാടും ഇത് അറിയും, വാർത്ത പരക്കും. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇരിക്കണത്. അതുകൊണ്ട് നിന്റെ ശുദ്ധബുദ്ധിയാൽ നീ വിട്ടിട്ട് പോയ യുദ്ധം എന്നൊന്നും ആരും പറയില്ല. അവർ പറയും ഭയാദ്രണാത് ഉപരതം, ഓടി ഒളിച്ചു എന്ന് പറയും. എന്തുകൊണ്ട്? ഭയം കൊണ്ട്. എന്താ ഭയത്തിന് കാരണം? സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഭയത്തിന് കാരണം. എപ്പോഴും ഭയം ഉണ്ടാവുന്നത് എപ്പോഴാണ്? നോക്കൂ, ഒരാളുടെ ഒരു ശരീരം, ആ ശരീരത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് നിഴൽ വരണം. ശരീരത്തിൻ്റെ റിഫ്ലക്ഷൻ നിഴൽ. ചിലർ ഈ നിഴൽ കണ്ടാലേ ഭയപ്പെടും. നോക്കൂ, നിഴലെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. വാസ്തവത്തിൽ വസ്തു ഇല്ല. ഇല്ലാത്ത വസ്തുവിനെ കണ്ടിട്ടാണ് ഉള്ളിലൊരു ഇല്യൂഷൻ തോന്നണത്, ഭയം ഉണ്ടാവണത്. ഭയം മനസ്സിൻ്റെ സ്വരൂപമാണ്, അല്ലേ? ഇല്ലാത്ത പൊരുൾ. ഇപ്പം ശരീരമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മൾ ശരീരമുണ്ട്, നിഴലില്ല, പക്ഷെ നിഴൽ കാണപ്പെടുന്നു. അവിടെ വസ്തുവില്ല, പക്ഷെ ഭയം വരുന്നു. വസ്തു ഇല്ലാത്തടുത്ത് ഭയം വരുന്നു എന്ന് വെച്ചാൽ അസത്യത്തിൽ ഭയം വരും. ഇതുപോലെ ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഈ ശരീരം അങ്ങോട്ട് പോയാലും ഞാനുണ്ട്. ഈ ശരീരം മറഞ്ഞു പോയി സ്വപ്നത്തിൽ ഞാനുണ്ട്. സുഷുപ്തിയിൽ ഞാനാണ് അനുഭവമായിട്ടിരുന്നത്, ഞാനുണ്ട്.
ശരീരമൊന്നുമില്ല. അപ്പം ഞാനിൽ തോന്നണ ഒരു പ്രതിഭാസമാണ് ഈ ശരീരം. ഈ ശരീരം എന്നും നിലനിൽക്കും എന്ന് വിചാരിച്ചുകൊണ്ടേയിരിക്കണു. അതാണ് ഭയം. അയ്യോ ഇത് പോയി പോവോ ഭയം. പല തരത്തിലും ഭയമുണ്ട്. ഭോഗേ രോഗഭയം, നല്ല ഭോഗിക്ക് രോഗം വരുമെന്ന് ഭയം. കുലേ ച്യുതി ഭയം, നല്ല കുലത്തിൽ ജനിച്ചവന് മൂല്യച്യുതി വരുമോന്ന് പേടി, ച്യുതി വന്നു പോകുമെന്ന് പേടി. വിത്തേ നിർപാലയേതു ഭയം, നല്ല ധാനമുള്ളവന് ഇതാരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമെന്ന് ഭയം. പാലിക്കാൻ പറ്റുമോ, ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ, നിലനിർത്താൻ പറ്റുമോ എന്ന് ഭയം. മാനേ ധൈന്യഫലം, മാനം പോകുമെന്ന് പേടി. ബലേ രിപുഭയം, നല്ല ബലമായിട്ടിരിക്കണവന് ശത്രുവിനെ പേടി, എന്നെക്കാളും ബലവത്തായിട്ട് ആരെങ്കിലും വരുമെന്ന് വിചാരിക്കും. രൂപേ ജരായ ഭയം, ഈ രൂപം കാണുമ്പോൾ ഇതിന് ജരാ നരകളൊക്കെ ബാധിച്ചു പോകുമെന്ന് തോന്നുന്നു അല്ലേ, ഡൈ ഒക്കെ അടിച്ച് അല്ലേ, എന്തെങ്കിലും ഒരു നാൾ ഡൈ അല്ലേ, അതിനെയാണ് നമ്മൾ ഡൈ അടിച്ച് വയ്ക്കുന്നത്. അങ്ങനെ എല്ലാത്തിലും ഭയമാണ്, സർവത്തിലും ഭയമാണ്. വൈരാഗ്യേണ അഭയം, വൈരാഗ്യമാണ് നമുക്ക് അഭയത്തെ തരുന്നത്. എങ്ങനെയാ വൈരാഗ്യം? സത്യത്തിനെ ഉറപ്പിച്ചു വയ്ക്കുക, വ്യവഹരിച്ചുകൊള്ളുക. ഇതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് തന്നെ വ്യവഹരിച്ചുകൊള്ളുക. വ്യവഹാരത്തിൽ നമ്മൾ ഈ അധ്യാത്മത്തിന് മിക്സ് ചെയ്യാനേ പാടില്ല. വ്യവഹാരത്തിൽ അധ്യാത്മത്തിന് നമ്മൾ മിക്സ് ചെയ്താണ് ഇപ്പം ഇങ്ങനെ ഈ അവസ്ഥയായത്. എൻ്റെ സ്വരൂപമായ അമരത്വത്തിനെ ഞാൻ എൻ്റെ ശരീരത്തിന് ആരോപിക്കണു. പക്ഷെ ശരീരത്തിൻ്റെ പ്രകൃതി അതല്ല. ശരീരം ഒരു നാൾ ഇല്ലാതാവും. എൻ്റെ പ്രകൃതം ഞാൻ മരണമില്ലാത്ത പൊരുളാണ്. അപ്പോൾ ഞാൻ ആര് എന്നുള്ളൊരു സത്യവിചാരമാണ് വേണ്ടത് ഭയത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിത് ജഡാഗ്രന്ഥി എന്ന് പറയുന്നത് നിഴൽ ബോഡി, ഇതിൻ്റെ ഇടയിൽ വരണ ഒരു വസ്തുവാണ് അല്ലേ. നേരത്തെ ബോഡിയുടെ ഉദാഹരണം പറഞ്ഞു, അതിൽ നിന്നും നിഴൽ വരണു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഭയം എന്നൊരു ഫാക്ടർ വരണു. അതാണ് ചിത് ജഡാഗ്രന്ഥി, ഭയം. മനസ്സ് മീഡിയേറ്റായിട്ട് നിൽക്കുന്നത്, മീഡിയമായിട്ട് നിൽക്കുന്നത് മനസ്സാണ്. ആ മനസ്സാണ് ഭയം. അപ്പം ഭയമല്ല നമ്മുടെ വിഷയം. ഭയാദ്രണാതുപരതം, നീ ഭയപ്പെട്ടുകൊണ്ട് ഈ രണത്തിൽ നിന്നും ഈ യുദ്ധത്തിൽ നിന്നും നീ പോയതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് അർജുന, നീ ലാഘവനമാണെന്ന് വിചാരിക്കും, നീ തുച്ഛമാണെന്ന് വിചാരിക്കും, നിന്നെ എല്ലാവരും പുച്ഛിക്കും. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ എന്ന് ഭഗവാൻ ആവർത്തിച്ച് പറയണു. അടുത്ത് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയണു. 36-ാമത്തെ ശ്ലോകം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. തവ അഹിതാഃ, നിന്റെ ശത്രുക്കൾ. ഇതൊന്നും നമ്മൾ തേടിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു മിത്രത്തിനെയാണ് ഇപ്പോൾ തേടേണ്ടത്. ശത്രു എല്ലായിടത്തും സർവവ്യാപിയാണ് അല്ലേ. നമുക്ക് കാണുന്നതെല്ലാം ശത്രു. കാരണം എന്താ? ഞാനാണ് ശത്രു, ഏറ്റവും വലിയ ശത്രു അല്ലേ. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നൊരു അഭിമാന വൃത്തി ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് എല്ലാത്തിനെയും നോക്കിയാൽ എല്ലാം ശത്രുവായിരിക്കും. മഞ്ഞ കണ്ണാടി വെച്ച ആൾ എല്ലാം കാണുന്നതെല്ലാം മഞ്ഞയാവണത് പോലെ. തവ അഹിതാഹ, നിന്റെ ശത്രുക്കൾ. തവ സാമർത്ഥ്യം നിന്ദന്തഹ, നിന്റെ ഇതുവരെയുള്ള കഴിവിനെ പുച്ഛിച്ച് തള്ളും. നീ ഇപ്പം എന്തൊക്കെയോ നേടിയല്ലോ, പുരസ്കാരം നേടിയല്ലോ, ഇതൊക്കെ പുച്ഛിച്ച് തള്ളും. ആളുകൾക്കൊക്കെ ലേറ്റസ്റ്റ് കാര്യം മതി. എത്ര നന്മ ചെയ്തായാലും ചെറിയൊരു ഫാൾട്ട് ഉണ്ടെങ്കിൽ ആ ഫാൾട്ടിലേ നിൽക്കും അല്ലേ. ഫാൾട്ടിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ നിൽക്കണത്. ചിലർ കൂടെ നിൽക്കും. എന്താ, എന്തെങ്കിലും ഒരു ഫാൾട്ട് കാണും. ഫാൾട്ട് കണ്ടാൽ അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് നടക്കാം അല്ലേ. ചിലരങ്ങനെയാണ്. അപ്പോൾ ഇതുവരെയുള്ള നിന്റെ കഴിവിനെ മുഴുവൻ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ബഹൂനവാച്യവാദാൻ, പറയാൻ പാടില്ലാത്ത അപവാദം മുഴുവൻ പറഞ്ഞുണ്ടാക്കും അല്ലെ. ഈർക്കിൽ കണ്ടപ്പോൾ ഓടിയെന്ന് വരെ പറഞ്ഞു കളയും.
വദിഷ്യന്തി തതഃ ദുഃഖകരം കിം നു. പറഞ്ഞു പരത്തും ഇതൊക്കെ. അതിനേക്കാൾ ദുഃഖകരമായിട്ട് മറ്റെന്തുണ്ട്? അതിനേക്കാളും ദുഃഖകരമായിട്ട് മറ്റെന്തുണ്ട്? ആൾക്കാർ മുഴുവൻ നിന്റെ കുഴപ്പം പറയും ഇല്ലേ? നമുക്കൊക്കെ ഒരു സന്തോഷമാണ്. അടുത്ത വീട്ടിൽ ആർക്കെങ്കിലും കുറച്ച് ദുഃഖം ഉണ്ടെങ്കിൽ വീട്ടിൽ അന്ന് സദ്യ, നമ്മുടെ വീട്ടിൽ സദ്യ. ചിലർക്ക് ഒരു ഹോബിയാണത്. ചിലരുടെ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ കുറ്റം കണ്ടുപിടിക്കുന്നത് ചിലർക്ക് ഹോബിയാണ്. ഇത് ഒരു ദിവസം 10 കുറ്റമെങ്കിലും കണ്ടുപിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഹോബിയൊന്നും ചോദിക്കാനും പറ്റില്ല. ഇപ്പോൾ ആൾക്കാരുടെ അടുത്തൊക്കെ ഹോബി ചോദിച്ചാൽ ഇതായിരിക്കും പറയണത്. അല്ല, അടുത്ത വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കലേ ഒരു ഹോബിയായിരിക്കും. സ്നേഹമൊന്നും വാത്സല്യം കാരുണ്യമൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. അവാച്യവാദാംശ്ച ബഹൂന് വദിഷ്യന്തി തവാഹിതാഹ. നിന്നെക്കുറിച്ച് ഇല്ലേ കുറച്ചു പേര് ഇപ്പം മിണ്ടാതിരിക്കണു, അത് പറയാൻ തക്കം പാർത്തിരിക്കുകയാണ്. നീ ഇപ്പോൾ വിചാരിക്കും ആരും ഇപ്പോൾ ഒന്നും പറയണില്ല യുദ്ധത്തിൻ്റെ ഇടയിൽ, നീ ചെയ്യണതാണ് കറക്റ്റ് എന്ന് വിചാരിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വലിയ ദുഃഖത്തിൽ പോകും. നീ ഇപ്പോൾ വേണ്ടാന്ന് വയ്ക്കും ഒരു ഇമോഷനിൽ. പക്ഷേ നാളെ അത് വലിയ ദുഃഖത്തിന് കാരണമാവും. നാളെ അത് വലിയ ദുഃഖത്തിന് കാരണമാവെന്ന് വെച്ചാൽ നാളെ നീ ഇത് ഓർത്തേ ബുദ്ധിമുട്ടും. കാരണം ഇതാണ് നിന്റെ ഹോബി, നിന്റെ പാഷൻ യുദ്ധമാണ്. എങ്ങനെ യുദ്ധത്തിൽ ജയിക്കാം, എങ്ങനെ യുദ്ധം ചെയ്യാം, എങ്ങനെ അസ്ത്രശസ്ത്ര വിദ്യയിൽ പ്രഗത്ഭനാവാം, ഇതായിരുന്നു നിന്റെ ചിന്ത ഇത്രയും കാലം. പഴക്കം, നിന്റെ വാസന. ആ വാസനയെല്ലാം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൽ പരം ദുഃഖകരം വേറെ ഒന്നുമില്ല അർജുന എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഭംഗിയായിട്ട് കൺക്ലൂഡ് ചെയ്യണം. നമുക്ക് ഈ കൺക്ലൂഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ? പറഞ്ഞു കൊടുക്കുക, കൺക്ലൂഡ് ചെയ്യുക എന്ന് വെച്ചാൽ നീ ഇതൊരു വഴി അല്ലേ, ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇങ്ങനെ ഒരു വഴിയുണ്ട്, നിനക്ക് ഏത് വഴി വേണോ ചൂസ് ചെയ്യാം. ഈ വഴിക്ക് എന്താ ഫലം, ഈ വഴിക്ക് എന്താ ഫലം, ഇതൊരാൾ പറഞ്ഞു കൊടുത്താൽ ഈസിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞു കൊടുക്കണ ആളെ വിശ്വാസമാണ്. പറഞ്ഞു കൊടുക്കണ ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വിശ്വാസം ഇല്ലെങ്കിൽ പാടാം. അവിടെ 37ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയണു, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ സ്വർഗ്യം, ഹതോ വാ സ്വർഗം പ്രാപ്സ്യസി. അഥവാ നീ യുദ്ധത്തിൽ കൊല്ലപ്പെടാനെങ്കിലും നിനക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാം. ജിത്വാ വാ മഹിം ഭോക്ഷ്യസേ, ജയിച്ചാൽ ഈ രാജ്യം നിനക്ക് അനുഭവിക്കാം. തസ്മാത് കൗന്തേയ, അതുകൊണ്ട് അല്ലയോ അർജുന, കുന്തിപുത്ര, യുദ്ധായ കൃതനിശ്ചയഃ, യുദ്ധത്തിന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ഉത്തിഷ്ഠ, ഉണർന്നുകൊള്ളുക, എഴുന്നേറ്റുകൊള്ളുക. ഈ യുദ്ധത്തിൽ നിനക്ക് നല്ല ഫലമാണ് കിട്ടണമെങ്കിലും ചീത്ത ഫലമാണ് കിട്ടണമെങ്കിലും നിനക്ക് ശ്രേയസ്കരമാണ്. അതുകൊണ്ട് നീ ഉത്തിഷ്ഠ, യുദ്ധം ചെയ്യൂ. നീ ഫലമിച്ഛിക്കാതെ യുദ്ധം ചെയ്യൂ. സ്വജനങ്ങളെ രക്ഷിക്കലാണ് നിന്റെ ധർമ്മം. ധർമ്മത്തിനെ മുൻനിർത്തി നീ യുദ്ധം ചെയ്യൂ. നോക്കൂ, ധർമ്മത്തെ ഉപദേശിക്കണം ഭഗവാൻ. എപ്പോഴാണ് ധർമ്മത്തിനെ ഉപദേശിച്ചത്? തത്വത്തെ ഉപദേശിച്ചതിന് ശേഷം. അപ്പോൾ ഈ തത്വത്തിനെ ഉപദേശിച്ച പലർക്കും പേടിയുണ്ട്. ഈ തത്വം കേട്ട് കഴിഞ്ഞാൽ ഞാൻ സന്യാസിയായി പോകും, അതുകൊണ്ട് ഈ ഒരു സെക്ഷനെ കേൾക്കാത്തവരുണ്ട്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ 60 വയസ്സിന് മേലേക്ക് പറയും. ഞാൻ അധികാരിയൊന്നും ആയിട്ടില്ല. വേദാന്തത്തിന് അധികാരി ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും അധികാരിയാണ്. നമ്മൾ ഓരോരുത്തരും ഈ വേദാന്തത്തിന് അധികാരിയാണ്. അതിന് സമയമോ കാലമോ ഒന്നുമില്ല അല്ലേ? ഇപ്പൊ രോഗം വരാനോ മരണം വരാനോ സമയമോ കാലമോ ഒക്കെ ഉണ്ടോ? ഇന്ന സമയത്ത് മരണം വരാവോ എന്നൊന്നുമില്ല. 60 വയസ്സിന് മേളിലെ മരണം വരാവോ? ഇല്ല, എപ്പോൾ വേണോ വരാം. അതുകൊണ്ട് ഈ തത്വത്തിനെ അറിഞ്ഞ് നേച്ഛയാകൃതം, സ്വന്തം ഇച്ഛയില്ലാതെ യുദ്ധം ചെയ്യാം. എതിർച്ഛയ വന്ന യുദ്ധമാണ്. പുണ്യം ചെയ്ത്
മഹാത്മാക്കൾക്ക് മാത്രം വരണ യുദ്ധമാണ് ഈ ധർമ്മയുദ്ധം. നീ ചെയ്തുകൊള്ളുക. ഈ യുദ്ധത്തിൽ നീ മരിക്കുകയാണോ ചെയ്യണത്, നീ സ്വർഗത്തിൽ തന്നെ എത്തിക്കോളൂ. ഇതിൻ്റെ ഉദ്ദേശം, ഈ മന്ത്രം നമ്മുടെ ഓരോരുത്തർക്കാണ്. ഈ മന്ത്രജപം ചെയ്തു, ഫലം ഉണ്ടാവണില്ല, ആത്മജ്ഞാനം കിട്ടണില്ല, ചിലർ അങ്ങനെ വിഷമിക്കും. രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചു, ഭഗവാനെ ഈ അനുഭവം ഒന്നും വരണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ അനുഭവം വരണില്ലല്ലോ എന്ന് പറയണതും അതും ഒരു തോട്ടാണ്. ഈ അനുഭവം വരണില്ലല്ലോ എന്ന് പറയണില്ലേ, അതും ഒരു ചിത്തവൃത്തിയാണ്. ആ ചിത്തവൃത്തിയുമായ മാറിയാൽ അനുഭവം മാത്രമേ ഉള്ളൂ. അല്ലേ, വരണില്ലല്ലോ വരണില്ലല്ലോ എന്ന് പറയുന്നത് ഒരു ചിത്തവൃത്തിയാണ്, വരണു എന്ന് പറയുന്നത് ഒരു ചിത്തവൃത്തിയാണ്. അല്ലേ, അതുകൊണ്ട് ഇത് എൻ്റേതല്ല എന്നുള്ള ഭാവത്തിലിരിക്കുക വലിയ കഷ്ടമാണ്. മഹർഷി തന്നെ ഒരു പുലിത്തോലിൽ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടു കാണും. പലർക്കും പറയും, ഈ പുലിത്തോൽ ആരോ കൊടുത്തു, ആരോ പറഞ്ഞ് അതിലിരുന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഒരു കാഷായമൊക്കെ ധരിച്ച ഒരാൾക്ക് അതിനോട് വലിയ താല്പര്യം, ചിലർക്കൊക്കെ ചില എക്യുപ്മെൻറ്റ്സിനോട് ഒരു താല്പര്യം വരും. ഇത് കിട്ടുമോ കിട്ടുമോ, ഇപ്പം ഗുരു മാറിയോ ഒരു അല്പസമയമെങ്കിലും കസേരയിൽ പോയൊന്ന് ഇരുന്നാലോ എന്ന് തോന്നണ കുറച്ച് പേരൊക്കെ ഉണ്ട്. അല്ലേ, ഇങ്ങനെ ചിലരുണ്ട്. അതുപോലെ ഇതിനോട് താല്പര്യം. അപ്പോൾ ഇദ്ദേഹത്തിനോട് എങ്ങനെ പോയി ചോദിക്കും, സ്വാമിയുടെ അടുത്ത് പോയി എങ്ങനെ ചോദിക്കും? അതുകൊണ്ട് നേരെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് പുലിത്തോൽ വേണം, അങ്ങൊന്ന് എണീറ്റ് ഞാനിത് എടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, അങ്ങനെ എണീറ്റ് നിന്ന് കൊടുത്തു. ഇദ്ദേഹം പുലിത്തോലും കൊണ്ടുപോയി. പോണ വഴിക്ക് ഒരാൾ കണ്ടു ആശ്രമത്തിൽ. ഇദ്ദേഹം കുറച്ചൊരു രൗദ്ര സ്വഭാവമുള്ള ആളാണ്, ദേഷ്യപ്പെട്ടു, യുദ്ധസ്വഭാവമുള്ള ആൾ. ദേഷ്യപ്പെട്ടിട്ട് ഉന്തും തള്ളുമായിട്ട് തിരിച്ച് പിടിച്ചോണ്ട് വന്നിട്ട്, ഭഗവാനെ അയാൾ എടുത്തിട്ട് പോയതാണ്, ഇതാ ഭഗവാൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് വെച്ചു. ഭഗവാൻ സുന്ദരമായിട്ട് അങ്ങോട്ട് ഇരുന്നു. നോക്കൂ, അത് ഞാൻ അയാൾക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അത് എൻ്റേത് എന്നൊരു ഭാവം അവിടെ വരും. അതുകൊണ്ട് ഭഗവാൻ പ്രാക്ടിക്കലി ഒന്നും ചെയ്തില്ല, എതിർച്ചയാ എന്ത് വരണോ അത് ചെയ്തു. ഇതൊന്നും എൻ്റേതേ അല്ല. അതുകൊണ്ട് ഈ ഫലം നീ ഇച്ഛിക്കാനേ പാടില്ല. ഫലം, കർമ്മം ഈശ്വരനാണ്. നീ ഇതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോയാലും നിനക്ക് ഈ ആത്മജ്ഞാനം ഒന്നും കിട്ടിയില്ലല്ലോ എന്നൊരു ഒരു ടെൻഷനേ വേണ്ട. നീ ചെയ്യേണ്ടത് ചെയ്യാം. ധർമ്മത്തിൽ നിഷ്ഠാപൂർവം ഇരിക്കുക, ജപത്തിലിരിക്കുക, ഗുരുഭക്തിയിലിരിക്കുക. നിഷ്ഠാപൂർവം അതിലിരുന്നാൽ നീ പകുതി വെച്ച് മരിച്ചു പോയാലും നിനക്ക് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം. ഏതൊരു സാഹചര്യത്തിൽ നിർത്തിയോ അവിടെ നിന്ന് നിനക്ക് തുടങ്ങാൻ പറ്റും. അതിന് പ്രാപ്യമായിട്ട് ഒരു കുലത്തിൽ പോയി നീ ജനിക്കും. ഭഗവതാരാധന പ്രാപ്യമാവണ ഒരു കുലത്തിൽ പോയി നീ ജനിക്കും. അപ്പോൾ പുണ്യം ചെയ്ത് ജീവാത്മാക്കളാവും. അതുകൊണ്ട് ടെൻഷനേ വേണ്ട, നീ ആരാധന ചെയ്തുകൊള്ളുക. ഈ യുദ്ധത്തിൽ നീ മരിച്ചു പോയാലും നിനക്ക് സ്വർഗം കിട്ടും. ജയിച്ചാലോ നിനക്ക് ഈ രാജ്യം പരിപാലിക്കാം. നിനക്ക് ഈ ആൾക്കാരൊക്കെ നിന്നെ നമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാരൊക്കെ നിനക്ക് പരിപാലിക്കാൻ പറ്റും. തസ്മാതുത്തിഷ്ഠ കൗന്ദയ, അതുകൊണ്ട് നീ എണീക്കുക. യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യും എന്ന് ദൃഢനിശ്ചയത്തോടു കൂടിയിരിക്കുക എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു. ഇത് ഒരു അർജുനന് കൊടുത്ത ഉപദേശമല്ല. അർജുനൻ നമ്മളെയൊക്കെ പ്രതിനിധിയാണ്. എന്തെങ്കിലും ഒരു കർമ്മമൂഢത പിടിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. എങ്ങനെ ധർമ്മം പരിപാലിക്കണം. അല്ലേ, വേസ്റ്റാക്കരുത് നമ്മൾ ഓരോ ടൈം കൂടെ. എത്രയോ നേരം നമ്മൾ പല മഹാത്മാക്കളും പറഞ്ഞിരിക്കണു, സമയം നമുക്ക് വേസ്റ്റ്. എത്രയോ ടൈമാണ് നമ്മൾ വെറുതെ ഫോൺ നോക്കിക്കളയണത്. ആ ടൈമിൽ എത്ര പഞ്ചാക്ഷരം ജപിക്കാം, എത്ര അഷ്ടാക്ഷരം ജപിക്കാം. നമ്മൾ ജപത്തിന് മാത്രം ഒരു കാൽക്കുലേറ്റഡ് ടൈം കൊടുക്കണോ, ബാക്കി ടൈമൊക്കെ വെറുതെ വ്യവഹരിച്ച് ചുമ്മാ കളയണം. ആവശ്യമില്ലാതെ കുത്തിയിരുന്ന് കളയണം. കണ്ട സിനിമ തന്നെ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കണം. എത്ര ടൈമാണ് നമ്മൾ ഒരു ദിവസം നമ്മുടെ അധ്യാത്മ ജീവിതത്തിൽ നിന്ന് കളയണമെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ടൈമിനെ ഒന്നും വേസ്റ്റാക്കാതെ ഭഗവതാരാധനയിൽ ഇരുന്നു കൊണ്ട് കർമ്മത്തിൽ മൂഢത വരാതെ കർമ്മം ചെയ്തുകൊള്ളുക. ആ കർമ്മത്തിൻ്റെ അധികാരി താനല്ല എന്നുള്ളൊരു ഭാവത്തിൽ ചെയ്തുകൊള്ളുക.
എതിർച്ചയ എന്ത് വന്നാലും ചെയ്യുക. പുതിയതായിട്ടൊരു കർമ്മത്തെ ഉണ്ടാക്കാതിരിക്കുക, അനാവശ്യമായിട്ടൊരു കർമ്മത്തെ ഉണ്ടാക്കാതിരിക്കുക അല്ലേ. അർജുനൻ നോക്കൂ, ഇവിടെ യുദ്ധം വേണമെന്ന് ചിന്തിച്ചവരല്ല. പക്ഷെ ദുര്യോധനൊക്കെ എന്താ, പണമോഹിയായിട്ട് അധികാരമോഹം കൊണ്ട് യുദ്ധമോഹിയായിക്കൊണ്ടിരിക്കുകയാണ്. അർജുനൻ എങ്ങനെയെങ്കിലും യുദ്ധത്തിന് അങ്ങോട്ട് മാറ്റാം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എതിർച്ചയ വന്നു ഈ ധർമ്മയുദ്ധം. ഈ ധർമ്മത്തിനെ പരിപാലിക്കലാണ് ഈശ്വര ധർമ്മം. അതുകൊണ്ട് തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠഃ പ്രാംഗണരിംഗണലോലമനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം.